ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് എന്ന് പറയാം. നിഫ്റ്റി ഒരു ചെറിയ ഗ്യാപ്പിലാണ്, എന്നാലും എല്ലാവരും പ്രതീക്ഷിച്ച ഗ്യാപ്പില്ല. ഞാൻ ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇന്ന് ട്രേഡ് ചെയ്യാനിരിക്കുന്നത് തന്നെ. എൻ്റെ ഒരു ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഡൗൺ മൂവ് ആണ്. ഡൗൺ മൂവ് ഉണ്ടാകുന്നതിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മനസ്സ് ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് എന്തായാലും മൊമെന്റം നോക്കിയിട്ട്, പക്ഷെ ഓവറോൾ മാർക്കറ്റ് അപ്പാണ് താനും. ഞാൻ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ്. നോക്കാം. നമുക്ക് താഴെ കിട്ടുകയാണെങ്കിൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാം. ഒരു സി ട്രേഡ് നമുക്ക് എടുക്കാം. 22,600 സി ആണ് ഞാൻ നോക്കുന്നത്. പക്ഷെ സീറോതയിൽ എപ്പോഴും ഗ്ലിച്ചസ് ഉണ്ട്. എൻട്രി ചെയ്യാൻ കുറച്ച് മിസ്സായി. ഞാൻ ഉദ്ദേശിച്ചത് എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് മുകളിലാണ് കിട്ടിയത്. 136 ഒക്കെയാണ് ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് 140 to 141 റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. $136 ആയിരുന്നെങ്കിൽ അതിൽ നല്ലൊരു ബൈ ആയിരുന്നേനെ. നമ്മൾ കുറച്ച് ഓൾമോസ്റ്റ് ഒരു 6-7 പോയിന്റോളം മുകളിലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നല്ല കുഴപ്പമില്ല, നോക്കാം. നമുക്കൊരു വൈറ്റ് ലൈൻ വരെ വന്ന് വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈനിൽ ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രേഡ് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ അത്യാവശ്യം നമുക്ക് നല്ല പോയിന്റ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോഴും മുകളിലോട്ടുള്ള സി ട്രേഡ് കോൺഫിഡന്റ് അല്ല, അതതിൻ്റെ ഒരു കുഴപ്പം. 144 നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ ആവറേജ് പ്രൈസ് 153 ഒക്കെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5,000-6,000 അടുപ്പിച്ചൊക്കെ നമ്മൾ പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. $6,000 ക്രോസ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്. നമ്മളെന്തായാലും ഇതിനെയും ലോസിൽ എക്സിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുള്ളൂ. ട്രേഡിൽ നമ്മൾ ലോസ് എടുക്കത്തില്ല. എന്നാൽ നമുക്ക് നല്ല പോയിന്റ് കിട്ടുമെന്ന് നോക്കാം. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കൂടുതൽ പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്തൊക്കെ നമ്മുടെ ട്രേഡിംഗ് എസ്എൽ ഹിറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് ഒത്തിരി കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണുന്നത്. എന്തായാലും പാർഷ്യൽ പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്ത് തുടങ്ങും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സി ട്രേഡിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. അതൊരു കുഴപ്പം. ആദ്യം പറഞ്ഞ എന്റെ മനസ്സിലൊരു ക്വിക്ക് ഡൗൺ മൂവ് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഏത് സമയത്തും സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യും. കാരണം ഈ 20 EMI വരെ ഒരു ഡൗൺ മൂവ് ഉള്ളൊരു സാധ്യതയുണ്ട് മാർക്കറ്റ്. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ 20 EMI ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വേറെ സൈഡ് ആയിരിക്കും. അല്ല, 20 EMI ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ് ട്രേഡ് തന്നെ നോക്കാം. ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്. പക്ഷെ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് മാർക്കറ്റിൽ ഡൗൺ മൂവ് ഇതിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇൻട്രാഡേ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ട്രേഡ് എനിക്ക് ഇച്ചിരി പ്രയാസമാണ് എന്തായാലും ഇന്നത്തെ ഈ ട്രേഡ്. പക്ഷെ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്തായാലും 50,000 എത്തും. കാരണം അവര് വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വെക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള സ്കാൽപ്പേഴ്സ് എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ പോയിന്റ്സ് ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ക്വിക്ക് മൂവ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് R3 വരെ ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് നോക്കാം. R3 കിട്ടി അവിടെ R3 ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ R3 നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത ട്രേഡ് കൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, നോക്കാം.
നമ്മൾ 6000 ഒക്കെ നമ്മുടെ പ്രോഫിറ്റ് എത്തിയത് ഇപ്പൊ ഒരു 4500-ലൊക്കെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നോക്കാം. ആ ഹൈ ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ ഇതുവരെ ബ്രേക്ക് ചെയ്തില്ല. അതൊരു നെഗറ്റീവ് സൈനാണ്. ട്രേഡ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ഈവൻ 20 EMI വരെ വേണമെങ്കിലും ട്രേഡ് ഹോൾഡ് ചെയ്യും. കാരണം നമുക്ക് ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ച് അത്രയും ഹോൾഡ് ചെയ്ത്, കാരണം നമ്മളൊരിക്കലും ഹയർ പോയിന്റ് 100 പോയിന്റോ അല്ലെങ്കിൽ 150 പോയിന്റ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ കൂടി വന്നൊരു 15-20 പോയിന്റ്സ്, മാക്സിമം 30 വരെ. പിന്നെ നമ്മൾ ഒരെണ്ണം ഒരു ലോട്ടൊക്കെ ചിലപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരു 40-50 പോയിന്റ്സ് ഒക്കെ കിട്ടി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആവറേജ് നോക്കി കഴിഞ്ഞാൽ ഒരു 15-20 പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ നിഫ്റ്റിയിൽ ക്യാപ്ചർ ചെയ്യാറ്. നമുക്ക് അതിൽ കൂടുതൽ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് ശരിയല്ല. ഞാൻ എന്തായാലും പാർഷ്യലി കുറച്ച് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്യാനില്ല. 2800-ല് ഓൾമോസ്റ്റ് 3000 എന്ന് പറയാം. 6000 പ്ലസ് നമ്മുടെ ട്രേഡ് പോയത്, നമ്മളൊരു 50% പ്രോഫിറ്റ് പോയി കുറഞ്ഞ് നമ്മുടെ. അതിലിപ്പോൾ നമ്മുടെ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഗ്രീനിലാണ് നിൽക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. എന്റെ മനസ്സിൽ ഇപ്പോഴും ഡൗൺ മൂവിനുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു മാർക്കറ്റിൽ റിവേഴ്സ് ട്രേഡ് എടുക്കുന്നതും മണ്ടത്തരമുണ്ട്. നോക്കാം. 20 EMI വരെ വരുമോ നമുക്ക് നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു കുറച്ച് പോയിന്റ്സ് കിട്ടിയാൽ അങ്ങനെ ഈ ഡേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓപ്പണിംഗ് ആയാലും ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എൻട്രി ചെയ്യും. ഞാനൊരു പി പൊസിഷൻ എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരു ക്വിക്ക് മൂവ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 20-25 പോയിന്റ്സ് ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് സ്പേസ് ഉണ്ട്, ക്യാൻഡൽ ലോ ഉണ്ട്. നമ്മൾ കോസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. 152 ആണ്. 22,800 ആണ് എൻട്രി ചെയ്തേക്കുന്നത്. പി 152 തന്നെയാണ്. 150, 149, 152 ആ റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. കോസ്റ്റ് എന്ന് പറയാം. പക്ഷെ ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ടും സിറോദയിലെ ചാർട്ടും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ശരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ട് ഓൾമോസ്റ്റ് ഇപ്പൊ 20 EMI ടച്ച് ചെയ്തു സ്പോട്ട്. ഇപ്പൊ നോക്കുന്നത് സിറോദ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ സ്പേസ് ഉണ്ട്, പക്ഷെ സ്പോട്ടിൽ നല്ല റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഈ തോന്നുന്നത് നമ്മൾ മിക്കവാറും ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. റിവേഴ്സ് ട്രേഡ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഉണ്ട്. നമ്മളെപ്പോഴും ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ മാർക്കറ്റിലൊരു റിവേഴ്സ് മൂവ്മെന്റിനുള്ള ഒരു സ്കോപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. ഇന്നലെ നമ്മളൊരു റിവേഴ്സ് ട്രേഡ് എടുത്തപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ സ്പോട്ട് ഭയങ്കര റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഈ പ്രീവിയസ് റെഡ് ക്യാനിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
അപ്പോ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി കേട്ടോ. ഞാന് മിസ്റ്റേക്ക് ആയി പോയി. ട്രേഡിംഗ് വ്യൂവിൽ എന്റെ ചാർട്ട് 1 മിനിറ്റ് ആണ്. റോദലിന്റെ ചാർട്ട് 3 മിനിറ്റ്സ് ആണ്. അത് 3 മിനിറ്റ്സിലോട്ട് മാറ്റാൻ ഞാൻ മറന്നുപോയി. അയ്യോ, ഒരു എൻട്രി നമ്മളൊരു റോങ് എൻട്രി എടുത്ത പോലെ എനിക്ക് തോന്നുന്നു. നോക്കാം, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. 145 എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 7 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ്. 7 പോയിന്റ്സ് ലോസിലാണ് അവിടെ നമ്മൾ നിൽക്കുന്നത്. ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഈ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യും. ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, നോക്കണം. ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു 3500 ലോസിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ ട്രേഡിൽ നമ്മൾ ഓൾമോസ്റ്റ് 6000 പ്ലസ് ലോസ് എടുത്തു. കാരണം പ്രീവിയസ്ലി നമുക്ക് 3000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇതിലൊരു 6500 നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ നെറ്റ് 3500 ലോസിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ഏതെങ്കിലും നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും നോക്കാം. പക്ഷെ ഇത് നമ്മൾ ഓവർ ട്രേഡിങ്ങിലോട്ട് പോകും. അതായത് അതിന്റെ വേറൊരു കുഴപ്പം. ഏറ്റവും സേഫ് എന്ന് പറയാൻ നമ്മളിപ്പോൾ ഉള്ള ലോസിൽ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. നമ്മൾ ഈ ലോസ് എപ്പോഴും ബയേഴ്സിന് പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ വലിയ ലോസ് പിന്നെയും കയറും. നമുക്ക് നോക്കാം. നമുക്ക് ഈ ഗ്രീൻ ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് റീട്രേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സി ട്രേഡ് എൻട്രി ചെയ്യാം. അങ്ങനെ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് R3 വരെ ചിലപ്പോൾ നമുക്കൊരു കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ റീട്രേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു അപ്പ് മൂവ് ഇതിനുള്ള സാധ്യതയുണ്ട്. ഓപ്പണിംഗ് ആയാലും ബ്രേക്ക് ചെയ്തു, ഹൈയും ബ്രേക്ക് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ല, അതാണ് കുഴപ്പം. ഹൈ ബ്രേക്ക് ചെയ്തു, നമുക്കൊരു അപ്പ് മൂവിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആ പി ട്രേഡിന് പോവാതിരുന്നായിരുന്നെങ്കിൽ നമുക്കിപ്പോ ഒരു സെക്കൻഡ് സി സൈഡ് ഒരു അപ്സൈഡ് ട്രേഡ് എടുത്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നേ. നോക്കാം, സി എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ. 22,700 ആണ്. 92 ആണ് നമ്മുടെ ബൈയിങ് പ്രൈസ്. അത് എൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്ത് നമ്മൾ 232 റുപ്പീസ് ഇപ്പം പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ട്രേഡ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് മാർക്കറ്റ് കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഇന്നത്തെ മാർക്കറ്റ്. നമ്മൾ നോ ലോസ് നോ പ്രോഫിറ്റിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. ഇനി ഞാൻ ട്രേഡ് എടുക്കുകയാണെങ്കിലും ചെറിയ പോയിന്റ്സ് ക്വിക്ക് സ്കാൽപ്പ് ചെയ്തിട്ട് ഞാൻ ഔട്ട് ഓഫ് എക്സിറ്റ് ചെയ്യും. ഈ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് മൂവ് പെൻഡിങ് ഉണ്ട്. നിഫ്റ്റി ഓൾറെഡി അപ്പായി, നല്ല മൂവ്മെന്റ് നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സൈഡ് വൈസ് ആയിട്ട് നിൽക്കുക. ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് മൂവിലുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്.
കാരണം നിഫ്റ്റി ഓൾറെഡി നമ്മുടെ ഏരിയയിൽ നിന്ന് വിട്ട് കഴിഞ്ഞു, ഓൾറെഡി അപ്പായി. അല്ല എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസിൽ ഒരു സപ്പോർട്ടിൽ കിട്ടിയാൽ മാത്രം അടുത്തൊരു മൂവിന് നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ എൻട്രിക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഒരു ചെറിയ ട്രേഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇന്നത്തേക്ക് ഒരു മിനിമം പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. നിഫ്റ്റിയിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതായിരുന്നു ശരിക്കും. നമ്മൾ ഇതേപോലത്തെ ഒരു മാർക്കറ്റിൽ അതൊരു ചെറിയ ഒരു നമ്മുടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്, അത് സമ്മതിക്കേണ്ടി വരും. ഒരു തെറ്റായ ഡിസിഷൻ ആയിപ്പോയി. നമ്മൾ ആ സി ട്രേഡ് ഫസ്റ്റ് ട്രേഡ് തന്നെ ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു. സുഖമായിട്ട് 20-25 പോയിന്റ്സ് അതിൽ നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യായിരുന്നു. നമ്മൾ ഡേ ഒറ്റ ട്രേഡ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് റിസ്ക് അതേപോലെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ട്രേഡുകളുടെ എണ്ണം എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് നല്ലത്. കാരണം ഒരു ട്രേഡ് എടുത്താൽ ഒരു റിസ്കേ എടുക്കുന്നുള്ളൂ. നമ്മൾ 5 ട്രേഡ് എടുത്താൽ 5 പ്രാവശ്യം നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്. ട്രേഡിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ ഒരു ബയറെ സംബന്ധിച്ച് അയാളുടെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായിക്കോളും. റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഇൻ പ്രോഫിറ്റ്. ഇപ്പോഴും എന്റെ മനസ്സിൽ മാർക്കറ്റിൽ എന്താ ഒരു കറക്റ്റീവ് മൂവ് വരാത്ത എന്നുള്ള ഒരു ഡൗൺ മൂവ്. കാരണം അല്ലാതെ വൺ സൈഡ് ആയിട്ട് മാർക്കറ്റിങ്ങിന് അപ്പ് പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം മാർക്കറ്റിൽ കറക്റ്റീവ് മൂവ് വരണം. ബാങ്ക്സ് എല്ലാം നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ വലിയ നെഗറ്റീവ് എന്ന് പറയാനില്ല. നമുക്കൊട്ട് സപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഈ സപ്പോർട്ടിൽ നമുക്കൊരു അപ്സൈഡ് ട്രേഡ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിന് ഫോളോ അപ്പ് ക്യാൻഡിലും ഉണ്ട്. നമ്മുടെ സി സൈഡ് ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്.
22,600 തന്നെയാണ് നമ്മൾ റീ എൻട്രി ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ 2000 റുപ്പീസ് ഗ്രീനിലാണ് നിൽക്കുന്നത്. നമ്മൾ ആകെ 100 ക്വാണ്ടിറ്റിയെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഒരു 185 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ല, നമ്മൾ 20 EMI ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കോസ്റ്റ് അല്ല, നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ചെയ്യും. ഇനി നമ്മൾ ഈ ട്രേഡിൽ നമ്മൾ ലോസ് എടുക്കില്ല. നമ്മുടെ ഡേ എന്തായാലും നമുക്ക് ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഫർദർ ട്രേഡ് എടുക്കാതിരുന്നാൽ നമുക്ക് എന്തായാലും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഫർദർ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ട്രേഡും കൂടെ വല്ലതും എടുത്ത് നമുക്ക് നോക്കണം. നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഓവർ ട്രേഡിലോട്ട് പോകും. നമ്മുടെ സൈക്കോളജിക്കലി അതൊരു നമ്മളെ ബാധിക്കും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ മടി. അല്ലെങ്കിൽ ഇന്ന് ട്രേഡ്സ് എടുക്കാൻ പറ്റിയ സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയ ദിവസമാണ്. നമുക്ക് 50 ക്വാണ്ടിറ്റിയും കൂടി ഉള്ളൂ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് 3000 4000 മൈനസ് റെഡിൽ നിന്ന് നമ്മൾ 2000 റുപ്പീസ് പ്ലസിലോട്ട് വന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 20 ML സപ്പോർട്ട് എടുത്തു. നമുക്ക് നോക്കാം, ഒന്ന് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യാം. 50 ചെറിയ ക്വാണ്ടിറ്റി അല്ല ഉള്ളു. ഓൾമോസ്റ്റ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ടാർഗറ്റ് വരെ മാർക്കറ്റ് എത്തി, R3 വരെ എത്തി. ഇവിടെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ വല്ലാതെ ഇന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യും മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഒരു നോർമൽ ട്രേഡിംഗ് സ്റ്റൈലിനൊക്കെ നമ്മൾ വിട്ടുപോയി. കഴിവ് നമ്മൾ നമ്മുടെ ആ രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാ ദിവസവും. ആ പാറ്റേൺ മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് കൂടും. അപ്പൊ അതുകൊണ്ട് ഇനി ചെറിയ റിസ്ക് ആണെങ്കിലും ചെറിയ ലോസ് ആണെങ്കിലും കുഴപ്പമില്ല. മാർക്കറ്റ് അന്ന് ലോസിലായിക്കോട്ടെ, നമുക്ക് നെക്സ്റ്റ് ഡേ ആ ലോസ് റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ വലിയ ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി ബാധിക്കും. പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അവിടെ ഒരു ദിവസം ചെറിയ ലോസ് ആയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ആ ദിവസം നമ്മളങ്ങ് ക്ലോസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യണ്ട. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരു മോഡെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലാണെങ്കിലും ഒരു ഫൈറ്റിംഗ് മോഡിലോട്ട് ഞാൻ എത്തുകയാണ്. അവിടെ ഇത്രയും 14 ട്രേഡ് എൻട്രി ചെയ്തത്. പക്ഷേ നല്ലൊരു കോൺഫിഡൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ് ഞാൻ എൻട്രി ചെയ്തത്. എന്നാലും
ഒരു ഡിസിപ്ലിൻഡ് ട്രേഡ് എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു 2 ട്രേഡ്, രണ്ടാമത്തെ ട്രേഡ് ലോസായി, ആ ചെറിയ ലോസ് അല്ലേ ഉള്ളൂ. ആ ലോസിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അതായത് ശരിയായ രീതി എന്ന് പറയുന്നത്. നമുക്ക് 185 ഒക്കെ എത്തിയിട്ടുണ്ട്. 185 ഒക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തു. 2500 നമ്മുടെ ഇപ്പോഴത്തെ റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2500 ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡേ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിന് അങ്ങോട്ടും പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മളത് ബോധർ ചെയ്യണ്ട. ഞാൻ ഒരു ചെറിയ ട്രേഡും കൂടി എടുത്തായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഡേ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. 3300 നമ്മൾ റിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. താങ്ക് യു.